ഈ പാതിരാത്രിക്ക് സുഖമില്ലാത്ത അമ്മ ഇവിടെ വന്നിരിക്കുന്നതേ നിങ്ങളുടെ മുഖം കണ്ട് സായോജ്യം അടയാനല്ല, നിങ്ങളുടെ മുഖത്ത് നോക്കി ചിലത് ചോദിക്കാനാ. ആ ചോദ്യങ്ങൾ കേട്ടിട്ട് പോയാ മതി. എനിക്ക് ഇപ്പൊ തന്നെ ഇവളെ കാണണം. മോളിക്കുട്ടി, നീ വന്ന് വണ്ടി എടുക്ക്. വാ. തങ്കം, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി ഒന്നും പറയണ്ട ഗോപാല, എനിക്കിപ്പോ അവളെ കണ്ടേ പറ്റൂ. എന്റെ മോളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയവളെ. ഗോപാലൻ ഇവിടെ തന്നെ ഉണ്ടാവണം, എന്റെ മോളുടെ അടുത്ത്. മോളിക്കുട്ടി, വാ, വണ്ടി എടുക്ക. ദൈവമേ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. കൃഷ്ണയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. നവീനെ ഒന്ന് വിളിക്കട്ടെ. കൃഷ്ണയുടെ വിവരം അറിയാൻ വേണ്ടിട്ടല്ലേ മമ്മി ഇപ്പൊ അങ്ങോട്ട് വിളിക്കുന്നേ? അതെ, അവള് ചാവാതെ രക്ഷപ്പെട്ടല്ലോ. പിന്നെ ഇതിൽ കൂടുതൽ കോണ്ടാക്ട് ഒന്നും വെക്കണ്ട. മോളെ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. അവളെ കുറിച്ച് ഇനി എന്ത് മാന്യമായിട്ടാ സംസാരിക്കേണ്ടത്? ഞാനും നവീനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കോംപ്രമൈസ് ചെയ്താ. അതിന്റെ ഇടയിലേക്കാ അവള് വീണ്ടും വന്ന് കേറിയത്. അതിന്റെ ഫലം ഇപ്പൊ അവൾ അനുഭവിക്കുന്നത്. എപ്പോഴും ഞാൻ അവളുടെ അടുത്ത് പറയാറുണ്ട്, എന്നെ ജയിക്കാൻ നോക്കരുതെന്ന്. എന്താ പറഞ്ഞേ? ഇപ്പൊ നീ എന്താ പറഞ്ഞേ? ഞാനെന്ത് പറഞ്ഞു എന്നാ? നോ ഗാഥ. കൃഷ്ണയുടെ ആക്സിഡന്റ് എങ്ങനെയാ നടന്നത്? എനിക്കറിഞ്ഞൂടാ. ഏതോ കാറിന്റെ മുന്നിൽ ചെന്ന് ചാടിയതല്ലേ? ഓക്കെ, പക്ഷേ നിങ്ങൾ പരസ്പരം വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ മോള് പറഞ്ഞല്ലോ. സത്യം പറ, ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നീ ഉണ്ടായിരുന്നോ? അതുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? മമ്മിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അവള് ഹോസ്പിറ്റലിലായതോടെ നിയന്ത്രണം വിട്ട രീതിയിലാണല്ലോ മമ്മി സംസാരിക്കുന്നത്. അതെന്താ മമ്മി? അവള് വണ്ടി ഇടിക്കോ ചാവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന് മമ്മിക്ക് എന്താ? ഇല്ല കഥ, എവിടെയോ എവിടെയോ നിന്റെ ഒരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട്. നിന്റെ സംസാരത്തിൽ അതുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. മമ്മി ഒന്നും മിണ്ടാതിരുന്നേ. ഇനിയിപ്പൊ അവളുടെ വിവരം അന്വേഷിക്കാൻ വേണ്ടി മമ്മി അങ്ങോട്ട് പോകുന്നു വേണ്ട. അപ്പൊ നവീൻ എന്ത് കരുതും? സുമിത്ര എന്ത് കരുതും? കളരിക്കൽന്ന് മറ്റാരെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന അവരെന്ത് കരുതും? ഓ നാശം! അപ്പോഴും അവളുടെ ഭാഗ്യം കണ്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാ പരിചരിക്കാൻ എത്ര പേരാ. അവളെ വണ്ടി ഇടിച്ചത് ആരായാലും ന്യായമായ ഒരു കാര്യം നമ്മൾ ചെയ്തത്. എല്ലാ സ്ഥലത്തും കയറി പേരെടുക്കുമ്പോ കുറെ പേര് തോറ്റു പോകുന്നുണ്ടല്ലോ. ചിലരതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഗാഥേ, ഇറങ്ങി വാടി ഇങ്ങോട്ട്. പുറത്തേക്ക് വരാനാ പറഞ്ഞേ. ഇറങ്ങി വാടി ഇങ്ങോട്ട്. തങ്കത്തിന്റെ ശബ്ദമല്ലേ ഇത്? ആ അതെ മമ്മി. അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ആ പോയി നോക്കാം. ചിലപ്പോ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അങ്ങോട്ടോ പോവാനോ മറ്റോ ആയിരിക്കും. ആ മമ്മി ചെല്ല്, ഞാനും വരുന്നുണ്ട്. അവളെ വളർത്തുന്ന ആളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പിടിച്ചേ. സിനി വാ.
എന്താ? പാതിരാത്രി എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എനിക്ക് മേലെ ശബ്ദം ഉയർത്താനുള്ള ചങ്കൂറ്റായോ നിനക്ക്? മാഡത്തിന്റെ മോളെ ഒന്ന് വിളിക്ക്. എന്റെ ഈ വരവിന്റെയും ചങ്കൂറ്റത്തിന്റെ കാരണം എന്താന്ന് അവളോടൊന്ന് ചോദിക്ക്. എന്റെ മോളെ കുറിച്ച് പറയാൻ നീ ആരാ? അതിനെന്താ നിനക്ക് അവകാശം? അവകാശമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം മാഡത്തിന്റെ മോളെ ഒന്ന് വിളിക്ക്. ഹ, വിളിക്ക് മാഡം. നിനക്കൊക്കെ തോന്നുമ്പോ വന്ന് കയറാനും ചോദ്യം ചെയ്യാനുള്ളതല്ല എന്റെ വീട്. സിനി, രണ്ടുപേരെയും പിടിച്ച് പുറത്താക്ക്. എന്നിട്ട് വാതിലടച്ചേക്ക്. ഹ, മാഡം ഒന്ന് നിന്നേ. ഈ പാതിരാത്രിക്ക് സുഖമില്ലാത്ത അമ്മ ഇവിടെ വന്നിരിക്കുന്നതേ നിങ്ങളുടെ മുഖം കണ്ട് സായോജ്യം അടയാനല്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ചിലത് ചോദിക്കാനാ. ആ ചോദ്യങ്ങൾ കേട്ടിട്ട് പോയാ മതി. നിനക്കിത്തിരി ചങ്കൂറ്റം കൂടുതലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങ് ഓട്ടോ സ്റ്റാൻഡിൽ മതി. എന്റെ വീടിനകത്ത് വേണ്ട. മാഡം, മാഡത്തിന്റെ മോളെ ഇങ്ങ് വിളിക്ക്. വിളിക്കാനല്ലേ പറഞ്ഞേ? ഗാഥേ, ഗാഥേ.